ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വേസ്റ്റ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. പിന്നെ ഇൻട്രോ ഒക്കെ എടുത്തപ്പോൾ ഫുള്ള് ബ്ലറായിരുന്നു. ബ്ലർ എന്നല്ല, എന്തോ ഒരു ബ്ലർ തന്നെ, ഇരുട് പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഫിൽറ്ററൊക്കെ ഇട്ട് വെളുപ്പിച്ചെടുത്ത്, പക്ഷെ അതെന്തോ മഞ്ഞ പോലെയെല്ലാം ആയിപ്പോയി. ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു സാധനമാണ് കേട്ടോ റീസൈക്കിൾ ചെയ്യുന്നത്. ഈ ഇയർ ഡ്രോപ്സിൻ്റെ കുപ്പി വെച്ചിട്ടുള്ള ഒരു ജ്വല്ലറി ഐഡിയാണ്. 2 ബീഡ്സ് വേണം, പിന്നെ അതിൻ്റെ കട്ടറും പ്ലെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് കിട്ടും. പക്ഷേ അതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. കൊളുത്തും പിന്നെ ഹുക്കും പിന്നെ ഐപ്പിൻ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ടൂൾസ് ഒരു കട്ടറുണ്ട്, പിന്നെ ഒരു നെയിൽ കട്ടറാണ് ഞാൻ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആ ഒരു ടോപ്പ് അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ തന്നെ ഒരു കുറ്റി പോലത്തെ സംഭവം ഉണ്ടാകും. ആ ഒരു സംഭവമാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പോകുന്നത്. അത് ആ ഒരു കൈ കൊണ്ട് കാണിച്ചു തരുന്നില്ലേ, ആ ഒരു സംഭവം അത് ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് സിസർ വെച്ചിട്ടെല്ലാം ഇങ്ങോട്ടും അങ്ങോട്ടെല്ലാം ആക്കി കളിച്ചാൽ അത് കഴിഞ്ഞ് കയ്യിൽ വരും. പക്ഷേ അത് അധികം പ്രസ് ചെയ്യരുത്, ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ ബോട്ടിലിൻ്റെതും ഒരുപോലെയാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. 2 സെയിം ആയിട്ടുള്ളത് എടുക്കുക. അതിനുശേഷം ആ ഒരു പിന്ന് നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പിന്ന് ബാക്കിലൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായത്. പക്ഷേ അത് അങ്ങോട്ടേക്ക് കയറുന്നുണ്ടായില്ല. ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് ടൈം നോക്കുമ്പോൾ കയറിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഐഡിയ മാറ്റിയിട്ടുണ്ടായി. അത് നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണുന്നതെന്നാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാനിങ്ങനെ ഫ്രണ്ടിലൂടെ ആ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ആ ഒരു മുത്തിട്ട് കൊടുത്തിട്ട് അത് വേണ്ടുന്നത്ര ലെങ്ത്തിൽ ആ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കട്ടറിൻ്റെ കോംബോ ഒക്കെ മീഷോയിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം ഉണ്ട് കേട്ടോ. കുറേ കട്ടേഴ്സ് ജ്വല്ലറി മേക്കിങ്ങിന് കാര്യങ്ങൾ നിങ്ങൾ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചാനലിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് ഈ ഒരു കട്ടർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഐഡിയ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഐഡിയ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടുണ്ടായെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ബാക്കിലൂടെ ഫ്രണ്ടിലേക്ക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. ഇപ്പോൾ ഫ്രണ്ടിലൂടെ ബാക്കിലേക്ക് എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബാക്കിയുള്ള കമ്പി മുറിച്ചെടുക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ മടക്കിയിട്ട് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള കമ്പിയൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഉള്ളിലേക്ക് തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ ആദ്യം ചെയ്തപ്പോൾ അതും കുറച്ചൊരു ട്രബിളായിരുന്നു. ആ ഒരു ഐപ്പിന്നിൻ്റെ ആ ഒരു പോലത്തെ ഒരു തോട്ട പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അകത്താണ് നമ്മൾ ഹുക്ക് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അത് പക്ഷേ ഇങ്ങനെ കുറച്ച് എന്താ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിൽക്കാണ്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഐപ്പിൻ്റെ ആ ഒരു ഹോൾ തുറന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇയറിങ് പിന്നെയും ടൈറ്റ് ആക്കി കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് നിൽക്കും. അത് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണല്ലോ കാണാൻ വേണ്ടിയിട്ട്, കോമൺ വെയർ ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും 30 രൂപ ഒന്നും കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് കടയിൽ നിന്നൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെന്തായാലും കോമൺ ആയിട്ടുള്ള വേസ്റ്റ് എന്നല്ല ഉണ്ടാക്കിയെടുത്തില്ല. ആ ഒരു റോ മെറ്റീരിയൽസ് ഒരു പാക്കറ്റിന് 30 രൂപ കൊടുത്താൽ ഇഷ്ടംപോലെ കമ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ വേറെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ.